ജീസസ് ലവ്സ് യു പ്രോഫറ്റിക് മിനിസ്ട്രിയുടെ മോർണിംഗ് ഗ്ലോറി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹപ്രദമായ നല്ലൊരു സുദിനം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക്, നിങ്ങളുടെ തലമുറകൾക്ക് ഇന്ന് പകൽക്കാലം നൽകുമാറാകട്ടെ. ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിപ്പാൻ എടുത്തിരിക്കുന്ന തിരുവചനം യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 22-ാം വാക്യം. വചനം ഇപ്രകാരം പറയുന്നു: അബ്രഹാമിൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു പോന്നു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായെന്നും കാണുന്നുണ്ടല്ലോ. ഒരിക്കൽ ഒരിടത്ത് ഉത്തമ ഭക്തനായ ഒരു കടത്തുവള്ളക്കാരൻ ഉണ്ടായിരുന്നു. വള്ളം സുഗമമായി തുഴയേണ്ടതിന് 2 തുഴകൾ വള്ളത്തിൽ ഘടിപ്പിച്ചിരുന്നു. ഒരു തുഴമേൽ പ്രാർത്ഥന എന്നും മറ്റേ തുഴയിൽ പ്രവർത്തിക്കുക എന്നും എഴുതിയിരുന്നു. ഒരിക്കൽ ഒരുവൻ കടത്ത് കടക്കുവാൻ വന്നു. മറുകരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വള്ളക്കാരനോട് തുഴയിലെ എഴുത്ത് കണ്ടിട്ട് പ്രാർത്ഥിക്കുക എന്ന വാക്ക് അർത്ഥശൂന്യമാണ്. വള്ളം മുന്നോട്ട് പോകണമെങ്കിൽ പ്രവർത്തിക്കുക മാത്രം മതിയാകും. വള്ളക്കാരൻ വളരെ ശാന്തമായി ഇപ്രകാരം പറഞ്ഞു: പ്രവർത്തിക്കുക എന്ന തുഴ കൊണ്ട് ഞാൻ തുഴയാൻ പോകുന്നു. ഒറ്റ തുഴ കൊണ്ട് അദ്ദേഹം തുഴയാൻ തുടങ്ങി. വള്ളം വട്ടം കറങ്ങിയതല്ലാതെ മുന്നോട്ട് പോയില്ല. കുറേ സമയം കഴിഞ്ഞു. വള്ളക്കാരനോട് അയാൾ പറഞ്ഞു, 2 തുഴയും ഉപയോഗിക്കുക. അപ്പോൾ വള്ളക്കാരൻ പറഞ്ഞു, പ്രാർത്ഥിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ഞാൻ എഴുതിയത് അതുകൊണ്ടാണ്. ജീവിതത്തിനകത്ത് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് മുന്നോട്ട് അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്നത്. ഇന്ന് പകൽക്കാലം എൻ്റെ പ്രോഗ്രാം കാണുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുമെങ്കിൽ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ചു തരും. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വിശ്വാസം വ്യാപരിക്കും. വിശ്വാസം വ്യാപരിക്കുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ വലിയവയായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഓരോ ദിവസവും പുതിയ കൃപ കൊണ്ട്, പുതിയ ദയ കൊണ്ട് അണിയിക്കുന്ന ദൈവമേ, ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന പ്രിയപ്പെട്ടവരെ ഒരു പുതിയ കൃപ കൊണ്ട് പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തെ പകരണം, കണ്ണുനീരുകളെ തുടയ്ക്കണം. അനേകർക്ക് ഇവർ ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ഇന്നത്തെ ഇവരുടെ